ഓക്കെ, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, മോർണിംഗ് സെഷനിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് പറഞ്ഞതുപോലെ ഈ ലേസിനെസ്, നമ്മുടെ മടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ മടി പരിഹരിക്കാൻ ഇത്രയും പ്രയാസമുള്ള കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് മടി ഉണ്ടാവുന്നത്? നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മടി എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഒരുപാട് പേര് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരുപാട് പേര് ഈ ഒരു സെഷനിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് വന്നവർ എത്ര പേരുണ്ട്? ഒന്ന് ചാറ്റിലൊന്ന് അറിയിക്കാവോ, എത്ര പേരുണ്ട്? ജസ്റ്റ് കമന്റ് ഡൗൺ മീ എന്നുള്ളത്. ഓക്കെ, അതിലൂടെ കണ്ടു വന്നിട്ടുള്ള, നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ മീ. ബിക്കോസ് ഒരുപാട് പേര് അങ്ങനെ വന്ന്, വിദ്യ, ഓക്കെ, വെരി ഗുഡ്. ധന്യ, ഓക്കെ, ഷീന. സോ ദർ ആർ മെനി പീപ്പിൾ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ജോയിൻഡ് ഫ്രം ദാറ്റ് പ്ലാറ്റ്ഫോം. ഓൾറെഡി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്, അവരൊന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ഡൗൺ മീ, എത്ര പേര് അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ യെസ്, സോണി, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, മടിയല്ല നമ്മുടെ പ്രോബ്ലം പേടിയാണ്. ഈ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും, എന്തെങ്കിലും ഒരു വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. അതല്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ നീട്ടി വെക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അല്ലേ? ആ സുഖം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ട്. ആക്ച്വലി ഇതാണ് ഞാനും വിചാരിച്ചു വെച്ചിരുന്ന, ഇത്തരത്തിലുള്ള രീതിയിലുള്ള സംഗതികളൊക്കെയാണെന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മടി എന്ന് പറയുന്ന സ്വഭാവം, നീട്ടിവെക്കുന്ന സ്വഭാവം വരുന്നത് ആക്ച്വലി നമുക്ക് എവിടുന്ന വരുന്നത്? നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്നാണ്. ചെറുപ്പകാലത്ത് നമുക്ക് വല്ലാണ്ട് പെയിനും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ജീവിതത്തിൽ നമ്മളുടെ ശരീരം വേദനയിലായിരിക്കുമ്പോൾ, സങ്കടത്തിലായിരിക്കുമ്പോൾ, പ്രയാസത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ മുൻപിലേക്ക് ഒരു വലിയൊരു ഉത്തരവാദിത്തം അങ്ങ് കൊണ്ടുവന്ന് ഇട്ട് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാകും? അത് നമുക്ക് ഇഷ്ടമല്ല, അത് നമ്മളെ ട്രിഗർ ചെയ്യും. ക്ലിയർ ആണോ പറയുന്നത്? ചെറുപ്പത്തിൽ നിങ്ങൾ വീട്ടിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുള്ള ആളുകളാണോ? ഫാമിലിയിൽ ഒരു ബിസിനസ്സോ സംഗതികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫാമിലിയിൽ ഒരു ബിസിനസ്സോ സംഗതികളോ, നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫാമിലിയിൽ ബിസിനസ് ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മക്കളെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി വളർന്നു വന്നിട്ടുള്ള ചെറിയ കുട്ടികൾ ആ വീട്ടിലെ ഒരു വിധം ജോലികളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ വീട്ടിലുള്ള പല ജോലികളും ചെയ്യാൻ നിർബന്ധിപ്പിക്കപ്പെട്ടവരായിരുന്നു. ചിലപ്പം ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, തൂത്തുവാരുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ല. പക്ഷെ നിങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിച്ചു നടക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, നിർബന്ധിതമായിട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ, ജസ്റ്റ് കമന്റ് ഡൗൺ മീ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യെസ് ഒന്ന് കമന്റ് ചെയ്യാം. യെസ്, അതിന് പറയുന്നു യെസ്. നിങ്ങൾക്കത് ഇഷ്ടമല്ല, ഷുവർ. ഡിവൈൻ ലവ് പറയുന്നു ഷുവർ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. യെസ്. ചില രഹന പറയുന്നു ഇല്ല. ഓക്കെ, ഇതല്ല ഇത് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ല, പക്ഷേ ചെറുപ്പത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇത് ശരിക്ക് പല ജോലികളും അത് നമ്മൾ ചെയ്യേണ്ടതാണ്, ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ചെയ്ത് ഉത്തരവാദിത്ത ബോധം ഡെവലപ്പ് ചെയ്ത് വളരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതായിരിക്കാം. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ പല തവണ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നമ്മൾ ചെയ്യാൻ മടി കാണിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ സമയത്ത് നമ്മൾക്ക് അടി കിട്ടി, അല്ലെങ്കിൽ വഴക്ക് കിട്ടി. ചെയ്യാൻ പറയുന്നതല്ല പ്രശ്നം, ചെയ്യുന്നതും അല്ല പ്രശ്നം. ഇതിനിടയിൽ നമുക്ക് ചെയ്യാൻ നമ്മൾ വിട്ടുപോകുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വരുത്തി നമ്മൾ ചെയ്ത സമയത്ത്, ആ സമയത്ത് നമ്മളെ വല്ലാണ്ട് വഴക്ക് പറഞ്ഞു, വല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തു, വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, നമ്മളുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ, നമ്മളെ അപമാനിക്കുന്ന രൂപത്തിൽ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ നമ്മൾ പരിഹസിച്ചു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി, നമ്മൾക്ക് വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് സംഭവിക്കുന്ന കാര്യം, നമ്മൾക്കതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്, ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ അത് വളരെ പെയിൻഫുൾ ആണ്, നമ്മളുടെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മളുടെ സെല്ലുലാർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ പ്രോബ്ലം? ഇത് വലുതായി വന്നു കഴിഞ്ഞാൽ, ഈ കുട്ടി വലുതായി വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യും? ഇപ്പോൾ ആ കുട്ടിക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണമെന്ന നിർബന്ധമായിട്ടുള്ള സംഗതികൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, പഴയ ട്രോമ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. സ്ട്രെസ് മോഡിലേക്ക് പോകും.
നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ട്രോമ സംഭവിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ്. അതായത് ഒന്നുകിൽ നമ്മൾ അതിനെ എതിർക്കുക, ഫൈറ്റ് ചെയ്യുക, അതുമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടുന്ന് സ്ഥലം കാലിയാക്കി നമ്മൾ സ്ട്രെസ്സായിട്ട് ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ, ആ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അടുത്തതെന്ന് പറയുന്നത് ഫ്രീസ് ആവും. നമുക്ക് എന്താ ചെയ്യേണ്ടതൊക്കെ അറിയാതെ നമ്മൾ വല്ലാണ്ട് ഷോക്കായിട്ട് ഫ്രീസ് ആയി പോകും. ഇതിൽ പലർക്കും പല രീതിയിലുള്ള ബോഡി റിയാക്ഷൻസ് ഉണ്ടാവും. ചില കുട്ടികൾക്ക് കരച്ചിൽ വരും, ചില കുട്ടികൾക്ക് എന്താ വെച്ചാൽ നിന്ന് വിയർക്കും, ചില കുട്ടികൾ എന്ത് ചെയ്യും, ചിലർക്ക് പാനിക് അറ്റാക്ക് വരുന്ന രൂപത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകും. ചില കുട്ടികൾ വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് കരയും, ഒച്ചയും ബഹളവും വയ്ക്കും. ചില കുട്ടികൾ തേങ്ങി കരയും. ഈ സമയത്ത് എന്നെ മനസ്സിലാക്കിയില്ല, എൻ്റെ കൂടെ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി, ഇങ്ങനത്തെ ഒരു പെയിൻഫുൾ ഫീലിംഗിലേക്ക് പോകും. ഇത് ഈ ഒരു കാര്യം മാത്രമല്ല, എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ചെറുപ്പത്തിൽ ട്രോമാറ്റിക് ഇവന്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇത് ഈ റെസ്പോൺസ് ട്രിഗർ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളെ ബോഡി സ്ട്രെസ്സിൽ, ഈ സമയത്ത് നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ചില ആൾക്കാർ ചെയ്യുക ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓടിപ്പോവുക, അവോയ്ഡൻസ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, അവോയ്ഡൻസ് എന്ന് പറയും. ആ പ്രശ്നം ഒഴിവാക്കി രക്ഷപ്പെട്ടു പോവുക ആ കുട്ടി ചെയ്യുന്നത്. ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ്റെ പാരൻ്റെ മുമ്പിൽ നിന്ന് ഒഴിവാക്കി പോകുന്നു. രണ്ടാമത്തത് എന്താണ്? ഫൈറ്റ് ആണ്. അങ്ങോട്ട് വഴക്ക് കൂടുക, അങ്ങോട്ട് തിരിച്ചടിക്കുക, പ്രതിരോധിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ന്യായീകരിക്കുക. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ചെയ്യാത്ത വർക്ക് അത് ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യമുണ്ടായിട്ട് പോലും ഇപ്പോൾ അറിയാതെ ന്യായീകരിച്ചു പോകുന്നുണ്ടോ? നമ്മുടെ അടുത്ത് തെറ്റുണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മൾ ന്യായീകരിക്കാറുണ്ടോ? സ്വർണോ? നമ്മൾ ചെയ്യേണ്ട പണിയാണ് നീട്ടി വെച്ചിട്ട് അതിന് ന്യായീകരണം പറയാറുണ്ടോ? കാരണം പറയാം, ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്, എന്നിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനപാരമായ കഴിവ് നമുക്ക്. സ്വർണോ? പച്ചക്കള്ളം പറയുക, വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കളവ് പറയുക. അതാണ് ഫൈറ്റ് മോഡ്. നിങ്ങൾ ഡെവലപ്പ് ചെയ്ത മോഡാണ്. ചിലർക്ക് എന്താണ്? സംസാരിക്കില്ല, ഒന്നും മിണ്ടാണ്ടിരിക്കും, അവോയ്ഡൻസ്, അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോകും. ഇത് ഏത് രീതിയിൽ ഡെവലപ്പാകും? ഇത് എവിടെയൊക്കെ ഡെവലപ്പാകും? ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക, അതിന് ആരെങ്കിലും ചോദിക്കുമെന്ന് കണ്ട് അല്ലെങ്കിൽ സംസാരിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, ആ ടാസ്ക് ഒഴിവാക്കുക. അതെനിക്ക് വേണ്ട, ആ ജോലി എനിക്ക് വേണ്ട, അത് പോയാലും എനിക്ക് കുഴപ്പമില്ല. മനസ്സിലാവും? നമ്മുടെ വിഷമം, മനസ്സിലുള്ള വിഷമമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കാണിക്കുന്നത്. അവോയ്ഡൻസ്, നീട്ടിവെക്കുന്ന സ്വഭാവം എന്താണ് ഈ പറഞ്ഞ പ്രൊക്രാസ്റ്റിനേഷൻ? ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇതേ പെയിൻഫുൾ എക്സ്പീരിയൻസ് വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് ട്രിഗർ ചെയ്ത് വരികയാണ്. അപ്പം നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യാൻ താല്പര്യമില്ല, അവോയ്ഡ് ചെയ്യുന്നു. ഫ്ലൈറ്റ് മോഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവോയ്ഡ് ചെയ്യുന്നു, അന്ന് നീട്ടി വെച്ചിട്ട് അവസാനം വേറെ വഴിയില്ല എന്ന് ആലോചിച്ച് അവസാന സമയത്ത് ചെയ്യാൻ ശ്രമിക്കുന്നു. വേറെ വഴിയില്ല, സ്വർണോ? എന്നിട്ട് ചെയ്യുന്ന സമയത്ത് ന്യായീകരണം വരുന്നു. ഒന്നുകിൽ ഫ്ലൈറ്റ് മോഡ് കഴിഞ്ഞ് നമ്മൾ ഒളിച്ചോടാൻ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കി, നമ്മുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് നമ്മളെ പിടിച്ചു വെച്ചു, നമ്മൾ വല്ലാണ്ട് വഴക്കി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ, പോകല്ലേ, എവിടെയൊക്കെ നീ പോണേ, നിക്കവിടെ, നീ എന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഫേസ് ചെയ്യിപ്പിക്കുകയാണ്. സ്വർണോ? ആ സമയത്ത് ഫ്ലൈറ്റ് ചെയ്താൻ വേണ്ടി ബോഡിയുടെ നാച്ചുറൽ റിയാക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് ചെയ്യണം, അവിടുന്ന് സ്ഥലം കാലിയാക്കണം എന്നുള്ളത്. പക്ഷേ അവോയ്ഡൻസ് ആയിരുന്നു. പക്ഷേ അതിന് ശ്രമിക്കാതെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ ഫേസ് ചെയ്യിപ്പിക്കുന്നു. അപ്പം നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നു? നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അനുജ് ഇവിടെ നോ എന്ന് പറയുന്നുണ്ട്. എന്താണ് അനുജ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? പ്ലീസ് കമൻറ്റ് ഡൗൺ. ഓക്കെ, ജസ്റ്റ് കമൻറ്റ് ഡൗൺ. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലർക്കും നിങ്ങൾ വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ് ഓർ നോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാതെ. നിങ്ങൾക്ക് ട്രിഗർ ചെയ്യും ഞാൻ ഈ പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ ഫൈറ്റ് മോഡിലേക്ക് ചിലപ്പോൾ പോകുന്നുണ്ടാവും. ജസ്റ്റ് ഒബ്സർവ് യുവർ സെൽഫ്, വാട്ട് ഈസ് ഹാപ്പനിങ്. ആം ഐ ട്രിഗറിങ് യു? ദിസ് സെഷൻ ഈസ് ട്രിഗറിങ് യു? ജസ്റ്റ് ഒബ്സർവ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൈ പാരന്റ്സ് ആർ സോ ലവിങ് ആൻഡ് കെയറിങ് സർ. I understand. Anuja, that's fine. And that's okay. You don't need to write it all the time.
അതിവിടെ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റിനെ കുറ്റം പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണോ നോ 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 എന്ന് അടിക്കുന്നത്? അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ദെൻ ദർ ഇസ് സംതിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് ഈ റെസ്പോൺസ് വരുന്നത് നമുക്ക് ആലോചിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ദേ. അപ്പോൾ ഇതിൽ ഒരു നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഡെപ്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മളുടെ പാരൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സോ നമ്മളെ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം. അതാണ് ഇതിൽ ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം. ഒരേ സമയത്ത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒരേ സമയത്ത് നല്ല രീതിയിൽ സ്നേഹിക്കാം, വേറെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ചില പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സംഗതികൾ തരുന്നു, വീണ്ടും നല്ല രീതിയിൽ സ്നേഹിക്കുന്നു, വീണ്ടും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്നു. അപ്പോൾ ആ കുട്ടി അവിടെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. സ്വർണം ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് രണ്ട് കാര്യം അനുഭവിക്കുകയാണ്, സ്നേഹമുണ്ട്, അറ്റ് ദ സെയിം ടൈം വഴക്കുമുണ്ട്. അപ്പോൾ ശരിക്കും ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് ശരിക്കും തന്നെ സ്നേഹമുണ്ടോ? ദാറ്റ്സ് കോൾഡ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് അവിടെ ഡെവലപ്പ് ആകും. സ്നേഹം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്ത അല്ലെങ്കിൽ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കാണാം. നിങ്ങൾ പരമാവധി ആൾക്കാർ വീഡിയോയിൽ നിന്ന് വരുമോ? ജസ്റ്റ് ഐ വാണ്ട് യുവർ റിയാക്ഷൻ. സോ പ്ലീസ് കം ബി ഹിയർ ഇൻ വീഡിയോ ആൻഡ് സോ ദാറ്റ് വി ക്യാൻ ഹാവ് എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. സോ ഇനി അതൊരു സിനാരിയോ ഞാൻ പറഞ്ഞതാ. നേരത്തെ പറഞ്ഞതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവോയ്ഡന്റ് എന്ന് പറയുന്ന നിങ്ങൾ ഒരു നിങ്ങളുടെ ലാസ്റ്റ് ഡെഡ് ലൈനിൽ നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾ പിന്നെ ഫൈറ്റ് ചെയ്യണം, ഫൈറ്റ് മോഡിലേക്ക് പോവുകയാണ്. ആ ഫൈറ്റ് മോഡ് എന്താണ്? ആദ്യം ഫ്ലൈറ്റ് മോഡായിരുന്നു, അവോയ്ഡൻസ് ഒഴിവാക്കുക. ആ ഉത്തരവാദിത്തം ചെയ്യേണ്ട സമയത്ത് ഇന്ന സമയത്ത് ചെയ്യണം, ഇന്ന സമയത്ത് ആ പ്രപ്പോസൽ അയക്കണം, പ്രപ്പോസൽ അയച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് അയക്കാത്തത്? സെയിൽസ് കോൾ ചെയ്യാനുണ്ട്, കോൾ ചെയ്തിട്ടില്ല. പ്രൊജക്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, ചെയ്തിട്ടില്ല. കോഴ്സിന് വേണ്ടിയിട്ട് പഠിക്കാനുണ്ട്, ചെയ്തിട്ടില്ല. യെസ് ഓർ നോ? ടു അഗ്രി വിത്ത് മീ? നമ്മൾ അധികം ആൾക്കാർ നീട്ടിവെക്കുന്ന മടിയാണെന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾക്ക് ആ ഒരു ഉത്തരവാദിത്തമോ ടാസ്കോ സംഗതികളോ വരുമ്പോൾ ചെറുപ്പത്തിൽ ഇതേപോലെ സിമിലർ ആയിട്ട് ടാസ്കോ ഉത്തരവാദിത്തങ്ങളോ വന്ന സമയത്ത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും വന്ന സമയത്ത് അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. സ്കൂളിൽ നിന്ന് ട്രോമ കിട്ടിയിട്ടില്ലേ നമുക്ക്? യെസ് ഓർ നോ? ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമയാണോ അല്ലയോ? അന്ന് സ്കൂളിൽ അത് പലർക്കും പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ്, ചിലർക്ക് അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രോമയാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ചില അധ്യാപകർ അതിന്റെ പേരിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടാസ്ക് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ആ ടാസ്ക് എങ്ങാനും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടി കിട്ടും. ആ ടാസ്ക് എങ്ങാനും എനിക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ചെയ്യാൻ പറ്റില്ലേ, പിന്നെ പേടിയാണ്. എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണ് മനസ്സിന്റെ റെസ്പോൺസ്. ബോഡിയിൽ സ്കൂളുകളിൽ നിന്നൊക്കെ നമുക്ക് ഡെവലപ്പായി വന്നത് അധികവും ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്, അവോയ്ഡൻസ് ആണ്. ചില വിഷയങ്ങൾ സ്കൂളിൽ ഇരിക്കാൻ തന്നെ താല്പര്യമില്ല, ചില ക്ലാസ്സുകളിൽ ഇരിക്കാൻ തന്നെ ചില മാഷ്മാരെ പേടിയാണ്. സോ പഠിക്കാൻ പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് നമ്മളെ ട്രിഗർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ആയി പോകുന്നത്. ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് ലെവലിൽ നമ്മളെ ഇത് ട്രിഗർ ചെയ്യും. നമ്മുടെ കോൺഷ്യസ് മൈൻഡിലല്ല, ബോധതലത്തിലല്ല, അബോധ തലത്തിൽ. രണ്ട് മനസ്സുണ്ട്, ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് മൊത്തം കിടക്കുന്നത് അബോധ മനസ്സിലാണ്, ഉള്ളിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അത് പ്രവർത്തിക്കുന്നത് നമ്മൾ അറിയുക പോലുമില്ല. അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? മടിയന്മാരാവുകയാണ്. നമുക്ക് മടിയന്മാരാവാൻ താല്പര്യമുണ്ട്. അറിഞ്ഞുകൊണ്ട് ബോധതലത്തിൽ നിങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളതല്ലേ? യെസ് അല്ലേ? നമുക്കൊക്കെ എല്ലാവർക്കും ഇതേ പ്രോബ്ലം. നമുക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്യണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല? ഇതിന് അറിയാതെ നമ്മൾ മടിയനായി പോകും, അറിയാതെ നമ്മൾ നീട്ടിവെക്കുന്നു. ഈ അറിയാതെ നീട്ടിവെക്കൽ എങ്ങനെ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അറിയാതെ നീട്ടിവെക്കുന്ന സംഗതി നടക്കുന്നതെന്ന് വെച്ചാൽ ട്രിഗറിങ് സംഗതി ഉണ്ടാകുന്നു. അതായത് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ടാസ്ക്, ഇപ്പോൾ അന്ന് ഹോംവർക്കിന്റെ ഒരു കാര്യം പറയുന്ന പോലെ അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ സ്ട്രെസ് ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു, അല്ലേ? ബോഡിയുടെ നാച്ചുറൽ റെസ്പോൺസ് നമ്മളെ സേഫ് ആക്കി നിർത്തുക എന്നുള്ളത്. ബോഡിക്ക് ഒരു മെക്കാനിസം സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരം ബ്രെയിൻ എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുക, നമ്മളെ എപ്പോഴും സുഖത്തിൽ നിർത്താനാണ് ശ്രമിക്കുക, സമാധാനത്തിൽ സന്തോഷത്തിൽ നിർത്താനാണ് ശ്രമിക്കുക. അപ്പൊ സുഖത്തിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ നിർത്തണം എന്നുള്ള നമ്മളുടെ ഒരു ആഗ്രഹമാണ് എപ്പോഴും. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ ആഗ്രഹം എപ്പോഴും ടെൻഷൻ ഇല്ലാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ്. യെസ് ഓർ നോ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്, ടെൻഷൻ ഇല്ലാതെ പ്രശ്നം. ഇതാണ് നമ്മളുടെ ബേസിക് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ബോഡി എപ്പോഴും എന്ത് ചെയ്യും? ഒരു ടെൻഷൻ ആയിട്ടുള്ള സംഗതി വരുമ്പോൾ, ഒരു ഡേഞ്ചർ വരുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് ഡേഞ്ചർ ആയിട്ട് വന്നിരുന്നതിന് സമാനമായ ഒരു സാധനം വരുമ്പോൾ അത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിന് അത് ട്രിഗറിങ് ആണ്. യെസ് ഓർ നോ? നമുക്കത് നമ്മളുടെ ആഗ്രഹത്തിനെതിരെ അതെന്താണ്?
നമ്മുടെ ശരീരത്തിന് അതെന്താണ്? അത് അപകടമാണ്. അപകടം മണക്കുമ്പോൾ എന്താണ്? പഴയ ട്രോമ അതിന്റെ അതേ സംഗതിയുമായിട്ട് കണക്ട് ആവുന്നു. ആ പഴയ സാധനം ട്രിഗർ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡിയുടെ റെസ്പോൺസ് എന്ത് വരും? പണ്ട് എന്താണോ ചെയ്തിരുന്ന അതിനോടുള്ള റെസ്പോൺസ് വർക്ക്ഔട്ട് ആവാൻ തുടങ്ങും. അതായത് നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡൻസ്. അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു ത്രെട്ട് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതിന് പകരം അതിന് നമ്മൾ എന്താ വെച്ചാൽ അവോയ്ഡ് ചെയ്യാൻ, നീട്ടിവെക്കാനുള്ള ഒരു സംഗതിയിലേക്ക് ശ്രമിക്കും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇസ് ഇറ്റ് ക്ലിയർ? ആർക്കും മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ നീട്ടിവെക്കുന്നു? നിങ്ങളുടെ ബോഡി അങ്ങനെ ഒരു ടെൻഷനിൽ, സ്ട്രെസ്സിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉടനെ അതിനെ അവോയ്ഡ് ചെയ്യാനും അതിനെ റിജക്ട് ചെയ്യാനും ഉള്ള ശ്രമം നടത്തുന്നു. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ജസ്റ്റ് ഗിവ് മീ ക്ലിയർ. ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ, ഗിവ് മീ ക്ലിയർ. നമ്മുടെ മക്കളെ ചിലപ്പോൾ വഴക്ക് പറയുമല്ലോ, ചിലപ്പോൾ അടിച്ചു പോകും. അവർക്ക് ട്രോമ ആകാതിരിക്കാൻ എന്താണ് ചെയ്യുക? അടിച്ചു പോകുന്നത് നിങ്ങളുടെ ട്രോമ കൊണ്ടാണ്. നിങ്ങൾ ഹീലിംഗ് ചെയ്തിട്ട് അടി നിർത്തണം. അടിക്കാൻ പാടില്ല. യു ഷുഡ് നോട്ട് ബീറ്റ് ദം. കുട്ടികളെ അടിക്കാൻ പാടില്ല. അടിക്കാതെ പ്രോപ്പറായിട്ട് നല്ല രീതിയിലേക്ക് ചെയ്യണം. അടിക്കുന്നത് നേരത്തെ പറഞ്ഞ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റിന് കാരണമാകും. സ്നേഹമുണ്ട്, സ്നേഹമില്ല, ഈ രൂപത്തിലേ വരുള്ളൂ. അപ്പൊ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കമന്റ് ഓൺ. കംഫർട്ട് സോൺ ഇതാണോ? യെസ്, ഇതാണ് കംഫർട്ട് സോൺ. നമ്മൾക്ക് കംഫർട്ട് സോൺ എന്ന് പറയുന്ന, റിയൽ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്, നമുക്ക് കംഫർട്ട് സോണിലേക്ക് പോകണം. നമ്മൾക്ക് ആ സ്ട്രെസ്സിൽ നിൽക്കാൻ താല്പര്യമില്ല, അതിലൂടെ കടന്നു പോകാൻ താല്പര്യമില്ല, അതിലൂടെ കടന്നു പോകാൻ നമുക്ക് ഇഷ്ടമില്ല, നമ്മുടെ ബോഡിക്ക് നാച്ചുറലി ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ കംഫർട്ട് സോണിലേക്ക് പോകും. ക്ലിയർ? ഇത് ചെറുപ്പകാലം മുതൽ ഉണ്ടായി വന്ന സംഗതിയാണ്. ഇത് നമുക്ക് ഹീൽ ചെയ്യണം. ഇത് ഹീൽ ചെയ്താൽ മാറും. അപ്പൊ ഇത് ഹീൽ ചെയ്യാൻ താല്പര്യമുള്ള, ഇത് ഹീൽ ചെയ്താൽ നമുക്ക് മാറും. അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾക്ക് അത്. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് ഞാൻ ഏതെല്ലാം രീതിയിൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമ നമ്മളെ മൊത്തത്തിൽ ബാധിച്ച് നമ്മളുടെ പെർഫോമൻസിനെ, നമ്മളുടെ നിലവിലുള്ള നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ, പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപാദനക്ഷമത, നമ്മളുടെ കഴിവ്, നമ്മുടെ പ്രവൃത്തി, ഇതിനെ എങ്ങനെ ബാധിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ഒരു അവയർനെസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് ഞാൻ ഇതിനോട് സ്ലൈഡ് ഷെയർ ചെയ്യാം. ഏതെല്ലാം രീതിയിൽ നമ്മളിത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ റെഡിയാണോ? ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ RE. Just comment down RE. I used to think that what I experienced in childhood won't give to my child. പക്ഷേ ഞാൻ പോലും അറിയാതെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. നോ ഡൗട്ട്. കാരണം നമ്മൾക്ക് ഇതിൻ്റെ റെസ്പോൺസിന്റെ കൺട്രോൾ കിട്ടൂല. കാരണം ഇത് സബ് കോൺഷ്യസ് ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. അറിയാതെ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു വിവരവും ഉണ്ടോ? നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതിനെപ്പറ്റി എത്ര കണ്ട് അവെയർ ആണ്? നമുക്കറിയില്ല. ഇപ്പോഴൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാൻ പോലും അറിയാതെ രീതിയിലാണ് ഞാൻ പ്രതികരിക്കാറ്. യെസ്. അപ്പോൾ RE എന്ന് കമന്റ് ചെയ്യുക. റെഡി ആൻഡ് എക്സൈറ്റഡ്. ഇഫ് യു റെഡി ആൻഡ് എക്സൈറ്റഡ് ടു ലേൺ മോർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് നിങ്ങളെ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, നിങ്ങളുടെ മക്കളെ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. സോ ഐ ഹോപ്പ് യു ആർ റെഡി. നിങ്ങൾ റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ദേർ ആൻഡ് ഡിസ്കസ്. അതേപോലെ നിങ്ങൾക്ക് എന്തെല്ലാം ചാലഞ്ചസ്, ഇതേപോലെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായതിൽ, ഇപ്പം ഈ പറഞ്ഞ പോയിന്റിൽ, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് പറഞ്ഞേ. നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്? ഞാനിത് പറയുമ്പോൾ ഏതെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒറ്റടിക്ക് ഓടി വന്ന് വ്യക്തമായിട്ട് നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ചെറുപ്പകാലത്ത് എന്താ സംഭവിച്ചത്, അതൊന്ന് ഒരു നോട്ട് പാഡ് എടുത്തിട്ട് എഴുതി വെക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ആവും. ഞാൻ ഈ സ്ലൈഡ് ഒന്ന് അതിൻ്റെ ഇടയിൽ ഒന്ന് റെഡി ആക്കട്ടെ. ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് അതിലൊന്ന് പെർഫെക്റ്റ് ആക്കണം. അതിന് വേണ്ടി ജസ്റ്റ് ഐ നീഡ് സം ടൈം. ഓക്കെ. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഹൗ ഇറ്റ് ഈസ് എഫക്റ്റഡ് യു. നിങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്തു? നിങ്ങൾ ഏത് ഇൻസിഡൻ്റ് ആയിരിക്കാം നിങ്ങൾ എഫക്റ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞത് ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ്. ചിലർക്ക് ജോലി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വീട്ടിൽ, പക്ഷേ വേറെ രീതിയിൽ റെസ്പോൺസിബിലിറ്റി തന്നിട്ട് നിങ്ങളെ ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. വേറെ ഏതെങ്കിലും രീതിയിലുണ്ടാവും. ആൻഡ് ഹൗ ഇറ്റ് ഈസ് എഫക്റ്റഡ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. Just comment down how it is affected you. How it is affected you. Just comment down. ഞാനത് നോക്കിയിട്ട് എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു സ്ലൈഡ് ഒന്ന് ഫിക്സ് ചെയ്യട്ടെ. ആൻഡ് ടിൽ ദെൻ ഓക്കെ. അപ്പോൾ
ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ലെറ്റ്സ് ബിഗിൻ. റെഡി? ഏതെല്ലാം രീതിയിലാണ്? പാരന്റിംഗ് ആണ് ഇഷ്യൂ വന്നിട്ടുള്ളത്, പേടിയാണ് സംഭവിച്ചിട്ടുള്ളത്, ലോൺലിനെസ് ആണ്, ഡിപ്രഷൻ ആണ്, ജനറ്റിക് പ്രോബ്ലം ഹീലിംഗിലൂടെ റെഡി ആവുമോ? സജിന ചോദിക്കുന്നു. ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ചില കേസുകൾ മാത്രമേ റെഡി ആവുള്ളൂ, ചില കേസ് റെഡി ആയില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് അതിനുള്ള മറുപടി. ഫൈറ്റിംഗ് വിത്ത് പാരന്റ്സ്. ഓക്കെ, വെരി ഗുഡ്. ഇന്നത്തെ ഇതിലേക്ക് വരാം. ഇതിലേക്ക് വരുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു സീ ദ സ്ക്രീൻ? ഓക്കെ, yeah, is it visible? Just give me. Okay, yeah, hope this is visible. Okay, childhood trauma can have significant impact on productivity in various ways. അതായത് നമ്മളുടെ പ്രോഡക്ടിവിറ്റിയിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന ജോലിയിൽ നമ്മൾ എന്തുകൊണ്ട് നീട്ടിവെക്കുന്നു, എന്തുകൊണ്ട് മടിയനാകുന്നു എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ചൈൽഡ്ഹുഡ് ട്രോമയ്ക്ക്. ഇതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഇമോഷണൽ ഡിസ്ട്രെസ് ആണ്. ട്രോമ ഫ്രം ചൈൽഡ്ഹുഡ് ക്യാൻ ലീഡ് ടു ഇമോഷണൽ ഡിസ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതായത് ചൈൽഡ്ഹുഡ് ട്രോമ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എന്താ വെച്ചാൽ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യും. ഒരാൾക്ക് ഇപ്പോൾ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ആങ്സൈറ്റി വരികയാണ്, പേടി വരികയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് അത് ബാധിക്കില്ലേ? യെസ് ഓർ നോ? ഈ പേടിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ സ്ട്രെസ് കയറി വന്നതോടുകൂടി തന്നെ എന്താ വെച്ചാൽ അദ്ദേഹം നീട്ടിവെക്കും. അതിന് താല്പര്യമില്ല, ഒരു മൂഡില്ല, മൂഡ് സ്വിങ്സ് വരുന്ന പോലെ ഫീൽ ചെയ്യുക. അപ്പം ആങ്സൈറ്റി വരുന്നത് അതാണ്. ഡിപ്രഷനിലേക്ക് നമ്മൾ പോകാൻ സാധ്യത. ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും? അയാൾ സ്വാഭാവികമായിട്ട് നീട്ടിവെക്കും. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾ. സോ ചിലരെ സംബന്ധിച്ചിടത്തോളം അതെന്താക്കി മാറും? ഈ പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ എന്ന് വെച്ചാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, PTSD എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ്, വളരെ സ്ട്രെസ്ഫുൾ ആവുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ട്രോമ ഉണ്ടായതിനു ശേഷം നമ്മൾ വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സംഗതികൾ വരും. ഇത് നമുക്ക് വല്ലാത്ത പെയിൻഫുൾ ആയിട്ട്, ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയാറില്ല. എനിക്ക് തീരെ കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയാറുണ്ട്. യെസ് ഓർ നോ? എത്ര പേർക്ക് കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ട്? ഞാൻ എല്ലാം തുടങ്ങും, പക്ഷെ 4 ദിവസം ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, 4 ദിവസം ഉണ്ടാവും. 4 ദിവസം ഉണ്ടാവും. എത്ര പേർക്കുണ്ട് ആ പ്രശ്നം? കൺസിസ്റ്റൻസി ഇഷ്യൂ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്നുണ്ടാകുന്നു. നമുക്ക് തന്നെ അറിയില്ല നമ്മളെന്താ ഇങ്ങനെയാണ്. യെസ്, 4 ദിവസം ഉണ്ട്. അപ്പം ഇത് ഹീൽ ചെയ്യണം. ഇത് ഹീൽ ചെയ്യണം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ അത് നമ്മളെന്ന് വെച്ചാൽ ശീലമാണ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല. നമ്മൾ ശീലമാക്കിയാലാണ് ഇത് റെഡി അല്ല. ശീലമാക്കിയിട്ട് നമ്മൾ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. പക്ഷേ ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, പെയിൻഫുൾ ആയിട്ടുള്ള ട്രോമയിലൂടെ കടന്നു, ആ ട്രോമ ഹീൽ ചെയ്ത് അതിൽ നിന്ന് ഫ്രീ ആകാതെ, അത് ക്ലിയർ ചെയ്ത് പോകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെ ഹീൽ ചെയ്യാം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രോമ ഹീലിംഗ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഹാജർ ഒരു കാര്യം ചെയ്യാൻ ലിങ്ക് റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് താല്പര്യമുള്ളവർക്ക് ട്രോമ ഹീലിംഗിന് വേണ്ടിയിട്ട് ബുക്കിംഗ് എടുക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോം അവിടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കാം കേട്ടോ. പ്ലീസ് പ്രൊവൈഡ് ദാറ്റ്. അപ്പോൾ ട്രോമ ഹീലിംഗിൽ വോയിസ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അനു, വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആം ഐ ഓഡിബിൾ? യെസ്, ഓഡിബിൾ ആണ്. ക്ലിയർ. അപ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, അതിന് കൂടെ ടെക്സ്റ്റ് കൂടെ വിടും കേട്ടോ. ഹജിറ പ്ലീസ് പ്രൊവൈഡ് ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിൽ നിങ്ങളുടെ പേരുണ്ടാകും, നിങ്ങളുടെ നമ്പർ ഉണ്ടാകും, എന്ത് പ്രോബ്ലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണോ, സെൽഫ് ഡിസിപ്ലിൻ ഇഷ്യൂ ആണോ, അതല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇഷ്യൂ ആണോ, എന്താണോ നിങ്ങൾക്ക് അതിൽ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾ, ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എഴുതുക. അപ്പോൾ അതിലേക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ ടീം എന്ത് ചെയ്യും, നിങ്ങളെ കോൺടാക്ട് ചെയ്യും, തെറാപ്പിക്ക് വേണ്ടിയിട്ട് ബുക്കിങ്ങും ടൈമും കാര്യങ്ങളും എടുക്കും. വരും ദിവസങ്ങളിലായിരിക്കും അത് സെറ്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സോ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരാം. വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മളുടെ ടൈം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ടെക്സ്റ്റ് ആഡ് ചെയ്യണേ ഹാജര. അതായത് നമ്മളുടെ ഈ ഒരു ഇന്ന ബുക്കിങ്ങിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ ഇതിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞ് ലിങ്ക് കൊടുത്താലാണ് ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ പ്ലീസ് ഡു ദാറ്റ്. അപ്പോൾ ഇനി നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മളെ ബാധിക്കും, നോ ഡൗട്ട്. കൺസിസ്റ്റൻസി ഇഷ്യൂ ഉള്ള ഒരുപാട് പേരുണ്ട്.
നീട്ടിവെക്കുന്ന സ്വഭാവം. നമ്മൾ വിചാരിച്ചു വെച്ചത് ഇത് ശീലത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ശീലമായ മാറും. എത്ര തവണ ശീലമാക്കാൻ വേണ്ടി ശ്രമിച്ചു? ആദ്യത്തെ 5 ദിവസം, 3 ദിവസം, 10 ദിവസം, 20 ദിവസം, 90 ദിവസം, 90 ദിവസം കഴിഞ്ഞിട്ടും ശീലമാവാത്തവരുണ്ട്. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? അപ്പൊ ഇത് ശീലം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഒരു സൈഡിൽ നമ്മൾ ശീലമാക്കാനുള്ള പ്രാക്ടീസ് ചെയ്യണം, മറ്റൊരു സൈഡിൽ നമ്മുടെ അത് ഹീൽ ചെയ്ത് കൊണ്ടുവരണം. ക്ലിയർ ആയോ? ഹീൽ ചെയ്തിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് അവിടെ റിമൂവ്. പ്രശ്നം വേരോടെ പിഴുതെറിയാതെ മുകളിലൂടെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ദീസ് കണ്ടീഷൻസ് ക്യാൻ എഫക്ട് കോൺസെൻട്രേഷൻ, ഫോക്കസ്, മോട്ടിവേഷൻ, മേക്കിംഗ് ഇറ്റ് ചാലഞ്ചിങ് ടു സ്റ്റേ പ്രൊഡക്റ്റീവ്. അതായത് നമ്മൾക്ക് ആങ്സൈറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ നമ്മൾ നീട്ടിവെക്കും. നമുക്ക് കോൺസെൻട്രേഷനോട് കൂടി വർക്ക് ചെയ്യാൻ കഴിയില്ല, ഫോക്കസോട് കൂടി വർക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല, ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റീവ് ആകാനും ചലഞ്ചിങ് ആവാനും നമുക്ക് പറ്റില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി വരുന്നതിൻ്റെ റീസൺ, ഇതിലേതെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങൾ ആങ്സൈറ്റിയിലൂടെ കടന്നു പോകുന്നുണ്ടാവും, ചെറിയ രീതിയിലുള്ള ടെൻഷൻ, സ്ട്രെസ്സുകൾ, ചില കാര്യങ്ങൾ വെച്ചിട്ട്. അതൊരു 30 വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണ് ശരിക്കും അത് മനസ്സിലായി തുടങ്ങുക. കാരണം അതിന് മുൻപുള്ള ആൾക്കാർക്ക് ഇതേ പ്രശ്നമുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ്. അവരെ തളർത്തുകയല്ല ചെയ്യുക, അവർക്ക് വേറെ രീതിയിലാണ് ഇത് വരുന്നത്. അവർ 30 വയസ്സായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത് അവരെ വല്ലാണ്ട് തളർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. പല അസുഖങ്ങളും, ക്ഷീണത്തിലേക്കും ടയർഡ്നെസ്സിലേക്കും, എസോർണോ പല അസുഖങ്ങളിലേക്കൊക്കെ അത് മാറിയിട്ടുണ്ടാവും 30-35 വയസ്സിന് ശേഷമുള്ള ആൾക്കാരെ സംബന്ധിച്ച്. അപ്പോഴാണ് അവരൊന്ന് സീരിയസ് ആയിട്ട് ഇതിനെ എടുക്കുക. അവർക്ക് ഇത് മനസ്സിലായി തുടങ്ങി, ആക്ച്വലി എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങും. അതിന് മുൻപേ ഉള്ള ആൾക്കാർക്കും ഇതേ ഇഷ്യൂസും എല്ലാവർക്കും ഉണ്ട്, അത് പല രീതിയിലാണെന്ന് മാത്രം. ഒരു 30-35 വയസ്സിന് ശേഷം അത് പല അസുഖങ്ങളായിട്ടും പല ശരീരത്തിൽ കാണാൻ തുടങ്ങും. കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ് നമ്മൾ വല്ലാണ്ട് ഒരുപാട് കാലം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് അത് കുമിഞ്ഞുകൂടി അത് വല്ലാണ്ട് ഒരു പൈലപ്പായി കഴിഞ്ഞാൽ, കുമിഞ്ഞുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ ബോഡിക്ക് അത് താങ്ങാൻ കഴിയില്ല, അത് അസുഖമായി പുറത്തു വരും. അത് ബോഡി പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കാം. അതുകൊണ്ടാണ് ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒരു 30-35 വയസ്സിന് ശേഷം ശരീരം ഇങ്ങോട്ട് പ്രതികരിക്കുമെന്ന് പറയില്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ വിഷയമുള്ളത്. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, നമ്മൾ അനുഭവിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ്സിന്റെ ഇത് പണ്ട് അനുഭവിച്ചതിന്റെ ആവർത്തനമാണ് നടക്കുന്നത്. അന്ന് അനുഭവിച്ചതിൻ്റെത് പ്രോപ്പറായിട്ട് ഹീലിങ്ങോ കാര്യങ്ങളോ കൗൺസിലിങ്ങോ സംഗതികളോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അടിച്ചതിന്മേൽ അടിച്ച് 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 ലൈക്ക് ട്രോമ കണ്ടിന്യൂസ് ആയിട്ട് ട്രോമ അടിച്ച് ആൻഡ് ദാറ്റ്സ് കോൾഡ്, അങ്ങനെ വല്ലാണ്ട് ടു മച്ച് സ്ട്രെസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ദാറ്റ് ബിക്കംസ് കൺവേർഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. സൈക്കോളജിയിൽ പറയുന്ന ഒരു അസുഖമാണ്, അസുഖാവസ്ഥയാണ്. പ്രത്യേകിച്ച് എന്ത് ചികിത്സ ചെയ്തിട്ടും കാര്യമില്ല, എന്ത് മെഡിസിൻ കഴിച്ചിട്ട് കാര്യമില്ല, അസുഖം മാറില്ല. കാരണം മൂലകാരണം ഇപ്പോഴവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അത് ഹീലിംഗ് നടന്നിട്ടില്ല. അത് പ്രോപ്പറായിട്ട് ഹീലിംഗ് നമ്മൾ നടത്തിയെടുക്കേണ്ടതുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഇമോഷണൽ ഡിസ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതെന്ത് ചെയ്യും, നമ്മളുടെ ഫോക്കസിനെയും അതേപോലെ തന്നെ മോട്ടിവേഷനെയും ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളെയൊക്കെ ബാധിക്കും. അടുത്തത് എന്താണ്? ലോ സെൽഫ് എസ്റ്റീം. നമ്മൾക്ക് നീട്ടിവെക്കുന്ന മറ്റൊരു സംഗതി, നമ്മൾ മടിയനാവുന്നതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ കുറിച്ച് എന്താ വെച്ചാൽ സെൽഫ് എസ്റ്റീം ഇല്ല, നമുക്ക് കോൺഫിഡൻസ് ഇല്ല, നമുക്ക് ആത്മവിശ്വാസമില്ല. എന്താ ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? സിമ്പിളാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ട്രോമ ക്യാൻ കോൺട്രിബ്യൂട്ട് ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ഫീലിംഗ്സ് ഓഫ് വർത്ത്ലെസ്നെസ്. നമ്മൾ യൂസ്ഫുൾ അല്ല, ഞാൻ പോരാ എന്നൊരു ഫീലിംഗ് നമുക്ക് ഡെവലപ്പ് ആകുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾക്ക് വരുന്ന നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് ഡെവലപ്പ് ആകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ പോരാ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുമോ? കാരണം അയാളുടെ ബിലീഫ് എന്താണോ ആ ബിലീഫിനനുസരിച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ, കഴിവേ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. ആ കഴിവ് പുറത്തെടുക്കുന്നതിനനുസരിച്ച് ആക്ഷൻസ് ഇംപ്ലിമെന്റഡ് ആവുള്ളൂ, എഫക്റ്റീവ് ആണോ അല്ല എന്നുള്ള രീതിയിൽ. ആ ആക്ഷൻസ് ഇംപ്ലിമെന്റ് ആയാൽ മാത്രമേ അയാൾക്ക് എന്തുണ്ടാവുള്ളൂ, റിസൾട്ട് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ലോ സെൽഫ് എസ്റ്റീം വരുന്നത് എവിടെ നിന്നാണ്? അതും ഈ പറഞ്ഞിരിക്കുന്ന ട്രോമയിൽ നിന്നാണ്. അതായത് ഞാൻ പോരാ, പണ്ട് മുതൽക്കേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, ഞാൻ നല്ലതല്ല, ഞാൻ യൂസ്ഫുൾ അല്ല, ഞാൻ മണ്ടനാണ്, ഞാൻ പൊട്ടനാണ്. കേട്ടിട്ടുണ്ടോ? ട്രോമാറ്റിക് ഇവന്റ്സ് ആണോ? ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമാറ്റിക് ഇവന്റ്സ് ആണോ? നേരത്തെ പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആണ്, ഇത് വേറെ എക്സാമ്പിൾ ആണ്. ഹോംവർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരം പറയാൻ പറ്റിയില്ല, പരീക്ഷാ പേപ്പർ എഴുതി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരുടെ വക ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? സഹോദരിമാര്, മാതാപിതാക്കൾ ചോദ്യം ചെയ്തിരുന്നോ? പ്രോഗ്രസ് കാർഡിൽ റെഡ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിരുന്നോ? അത് ട്രോമാറ്റിക് ആയിരുന്നു? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഡൗൺ. അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? മറ്റുള്ള കുട്ടി, അവളെ കണ്ടുപിടിക്ക്, ഇവനെ കണ്ടുപിടിക്ക് എന്ന് നമ്മളോട് പറഞ്ഞിരുന്നോ? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഡൗൺ.
ഹലോ? ഇത്തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? യെസ്, നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാദർ വലിച്ചെറിയുന്നാ പറഞ്ഞത്. ഓക്കെ, എന്താണോ വലിച്ചെറിയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, നിങ്ങളെയാണോ വലിച്ചെറിയുന്നത് അതോ? ഓക്കെ, ഐ എം സോറി, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം റിപ്പോർട്ട് കാർഡ് വലിച്ചെറിയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾക്ക് അത്രയ്ക്കും ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ്. നീ എന്താ പൊട്ടനാണോ, നിന്റെ തലയിൽ എന്താ കളിമണ്ണാണോ എന്ന ഡയലോഗുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ട്രോമാറ്റിക് ആണ്. ആ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ഫീലിംഗ് തരും? ഞാൻ പോരാ എന്നൊരു വിശ്വാസം തരും, ഞാൻ കൊള്ളില്ല എന്നുള്ളൊരു വിശ്വാസം തരും. ഈ കൊള്ളില്ല എന്നുള്ള ഫീലിംഗ് ആണ് ചെറുപ്പം മുതൽ നമ്മൾ ട്രിഗർ ചെയ്യുന്നത്. അത് ഇപ്പോഴും അന്നത്തെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഇപ്പോഴും ഞാൻ പോരാ എന്നുള്ള ലിമിറ്റിംഗ് ബിലീഫിലേക്ക് അത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ലിമിറ്റിംഗ് ബിലീഫ് അവിടെ നിന്ന് ഇല്ലാണ്ടായി പോകണമെങ്കിൽ ഹീൽ ചെയ്തിട്ട് ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എടുത്തിട്ട് അതിലേക്ക് ആ കറക്റ്റ് ഇതിലേക്ക് പോയിട്ട് തിരിച്ചു പോയിട്ട് അത് എന്ത് ചെയ്യണം? റീപ്രോഗ്രാം ചെയ്ത് റെഡിയാക്കി എടുക്കണം. സ്വർണം അത് റീപ്രോഗ്രാം ചെയ്തിട്ട് റെഡിയാക്കി എടുത്ത് ഇംപ്രിന്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെങ്ങനെയാണ് ഹീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് അന്നത്തെ ഇൻസിഡന്റിലേക്ക് പോകണം. അന്നത്തെ ഇൻസിഡന്റിന് നമ്മൾ ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്, അന്നത്തെ സംഭവത്തിന് നമ്മളൊരു അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഞാൻ പോരാ എന്നൊരു അർത്ഥം, അതിൽ നിന്നൊരു ലിമിറ്റിംഗ് ബിലീഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊള്ളാത്തവനാണ്, അതിന് കൊടുത്ത മീനിങ് എന്താണ്? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കൊള്ളില്ല, ഞാൻ പോരാ എന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു, ഒരു ഡിസിഷൻ, ഒരു തീരുമാനമെടുത്തു, ഞാൻ പോരാ എന്നുള്ള. ആ പോരാ എന്നുള്ള ഡിസിഷൻസ് എന്ത് ചെയ്തു? നമ്മളെ ഇപ്പോഴും നയിക്കുന്നു, മുന്നോട്ട് പോകുന്നു. യെസ് ഓർ നോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? ഇപ്പോഴും നമ്മളെ നയിക്കുന്നത് ആ പ്രോഗ്രാമിംഗ് ആണ്, അന്നത്തെ ആ ബിലീഫാണ്. അങ്ങനെ 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുള്ള ഒരു മനുഷ്യനാണെന്ത്? ഒരു ശരാശരി മനുഷ്യൻ. ഈ ലിമിറ്റിംഗ് ബിലീഫിനെ തിരുത്തണം. ഈ ബിലീഫാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ ബിലീഫാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ ക്യാരക്ടർ തീരുമാനിക്കുന്നത്, നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയർ ആയിട്ട് പുറത്തു വരുന്നത് ഇതാണ്. അപ്പൊ ഈ ലിമിറ്റിംഗ് ബിലീഫിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതൊരു വൈറസ് പോലെ കിടക്കുന്നതാണ്. അതിനെ എടുത്ത് കളയണം, ഫോർമാറ്റ് ചെയ്ത് കളയണം, അതിനെ റിമൂവ് ചെയ്യണം, അതിനെ റീപ്ലേസ് ചെയ്യണം, അതിനവിടെ ഒരു ആന്റി വൈറസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുക്കണം. അതിനെ അപ്ലിഫ്റ്റിംഗ് ബിലീഫ് ആക്കി മാറ്റണം. അതിനെ ആ ബിലീഫിനെ ചേഞ്ച് ചെയ്യണം, ആ ബിലീഫിനെ ട്രാൻസ്ഫോം ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് തെറാപ്പി ഉണ്ട്. ഈ തെറാപ്പിയിലൂടെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് EFT എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ആ തെറാപ്പിയിൽ നമ്മൾ എന്താ വെച്ചാൽ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഇമോഷൻസിനെ എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ പുതിയൊരു ബിലീഫ് റീക്രിയേറ്റ് നമ്മൾ ചെയ്യണം. ആ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോഗ്രാമിംഗ് നടത്താൻ പറ്റും. അവിടെ പ്രോഗ്രാമിംഗ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേ ഇൻസിഡന്റിനെ കുറിച്ച് പിന്നീട് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ അതേ ഇൻസിഡന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഒരു നെഗറ്റീവ് ചാർജും നെഗറ്റീവ് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സംഗതികളാണ് നമുക്ക് വരിക. നമുക്ക് സങ്കടമാണ്, ബുദ്ധിമുട്ടാണ്, പെയിനാണ്, അതിലൂടെ കടന്നു അത് ഓർക്കാൻ തന്നെ താല്പര്യമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. യെസ് ഓർ നോ? പഴയ ഇൻസിഡന്റുകളൊന്നും ഓർക്കാൻ താല്പര്യമില്ല, സംഗതികളൊന്നും ഓർക്കാൻ താല്പര്യമില്ല. എന്നാൽ അത് ഓർക്കാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഓർത്താലും കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെട്ടതായിട്ട് പറയപ്പെടുക. ആ ലിമിറ്റിംഗ് ബിലീഫ് റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതേ മെമ്മറി തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യണം? അതിനെ റീക്രിയേറ്റ് ചെയ്യണം, ഇംപ്രിന്റ് ചെയ്യണം, വേറൊരു അർത്ഥം കിട്ടുന്ന രൂപത്തിൽ. അവിടെ നിങ്ങൾ ഒരു ടൈം ട്രാവൽ നടത്താന്ന് വെച്ചോളൂ. ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്നു, നിങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്യുന്നു? ആർ യു ദെയർ വിത്ത് മീ? ഇഫ് യു ആർ ദെയർ വിത്ത് മീ ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. എവ്രിബഡി, നിങ്ങൾ എൻ്റെ കൂടെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്, കൂടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. ഞാൻ അടിപൊളി ഒരു എക്സാമ്പിൾ തരുന്നുതരാം, ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് തെറാപ്പിയിൽ. ആർ യു ഇൻട്രസ്റ്റഡ്? ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ ലിറ്ററലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയിലേക്ക്, നമ്മളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് അവിടെ നിന്ന് വെച്ചാൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു, ഹോംവർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. നമ്മളോട് പറഞ്ഞു, നീ നീ പൊട്ടിയാണോ, നിന്റെ തലയിൽ എന്ത് കളിമണ്ണാണോ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവളെ കണ്ടുപഠിക്കി. ഒരു രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടെന്ന് വിചാരിച്ചോളൂ, അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, രേഷ്മയെ കണ്ടുപഠിക്കി, അവൾ നല്ല സ്മാർട്ടാണ് എന്ന് പറഞ്ഞു നമ്മളെ മൊത്തം ക്ലാസ്സിൻ്റെ ഇടയിലിട്ട് ഇൻസൾട്ട് ചെയ്തു. ഇത് നമുക്ക് ട്രോമാറ്റിക് ആയിരിക്കില്ലേ? യെസ് ഓർ നോ? ഇത് ട്രോമാറ്റിക് ആണെന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ. അഗ്രി? യെസ്. അപ്പോൾ അത് ട്രോമാറ്റിക് ആണ്. സോ ഈ ഇൻസിഡന്റ് ഉണ്ടായത്, ഈ ഇൻസിഡന്റ് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? അന്നത്തെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഭയങ്കര ടെൻഷനാവും, ഭയങ്കര വിഷമമായിട്ട് എന്ന് വെച്ചാൽ കുട്ടിക്ക് വല്ലാത്തൊരു റിയാക്ഷൻ വരും. ചിലപ്പോൾ ഫ്രീസ് മോഡിലായിരിക്കും പോകുക, കാരണം പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ ക്ലാസ്സിൽ നിന്ന്. ടീച്ചറുടെ കയ്യിൽ ചിലപ്പോൾ വടി ഉണ്ടാക്കാം.
അത് മാത്രമല്ല ടീച്ചർ അതോറിറ്റി ഫിഗർ ആണ്, അതൊന്നും അനങ്ങാൻ പറ്റില്ല, ഫ്രീസ് ആവും, വല്ലാണ്ട് ടെൻഷൻ ആവും, അത് ബോഡിയിൽ നെഗറ്റീവ് ചാർജ് കൊടുക്കും, ഭയങ്കര സ്ട്രെസ് ആയിട്ട് കയറും, അത് ഉള്ളിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്ത് സ്റ്റോർ ചെയ്യും? എന്ത് ഓട്ടോമാറ്റിക്കലി എന്ത് വെച്ചാൽ ഇമോഷൻ സ്റ്റോർ ചെയ്യും. അവിടെ ഒരു ഇമോഷൻ വരും. ആ ഇമോഷൻ എന്തായിരിക്കും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ആ ഇമോഷൻ എന്തായിരിക്കും? നിങ്ങൾ അപ്പൊ ഫീൽ ചെയ്യുന്ന ഇമോഷൻ എന്തായിരിക്കും? ആ ഫീലിംഗ് എന്തായിരിക്കും? നിങ്ങൾ എന്ത് ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം? നിങ്ങൾ എന്ത് അർത്ഥമാണ് അതിന് കൊടുക്കുക? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് കമന്റ് ആവും, ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങൾക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ ഞാൻ പോരാ, ഷെയിം, നമുക്ക് ലജ്ജ തോന്നും, നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നും. ഓക്കെ, വെരി ഗുഡ്. വേറെ എന്ത് ഫീലിംഗ് ആയിരിക്കും? ആങ്സൈറ്റി തോന്നും, ഹ്യൂമിലിയേഷൻ, നാണം കെടുത്തപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യും, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന ഫീലിംഗിലേക്ക് വരും, സ്ട്രെസ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരും, ഉറക്ക ഓക്കെ. പിന്നെ അതേപോലെ തന്നെ വേറെ എന്ത് ഫീലിംഗ് വരും? നിങ്ങളുടെ ഫീലിംഗ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. എന്തായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? എന്തായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? ദേഷ്യം വരും. ഓക്കെ, ദേഷ്യം വരും. വി വാണ്ട് ടു ഗിവ് ആൻസർ ടു ഓൾ ക്വസ്റ്റ്യൻസ്. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയണം എന്നുള്ള തിങ്കിങ് വരും. ഓക്കെ, സെൽഫ് ലവ് ഇല്ലാണ്ടാവും. ഓക്കെ, ഫിയർ വരും, ദേഷ്യം വരും, കാര്യം എന്നും ഉണ്ടാവും, പക്ഷെ കരയാൻ പറ്റില്ല, കരണം എന്നുണ്ടാവും, കരയാൻ പറ്റില്ല, ഒരു സഫക്കേഷൻ ഫീൽ ചെയ്യും, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുന്ന ഈ സംഗതികൾ ഇപ്പം നിങ്ങൾ എഴുതിയില്ലേ, ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കാറുള്ളത്? ഇതേപോലെ സിമിലർ സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ എഴുതി ഇതേ പോയിന്റ്സ് അല്ലേ? സിമിലർ സിറ്റുവേഷൻ ഇപ്പോൾ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതേ സംഗതിയല്ലേ നിങ്ങൾക്കും വരാറുള്ളത്? നിങ്ങൾ ഇപ്പം എഴുതിയ കാര്യം, യെസ്, ഇതേ സംഗതിയല്ലേ നിങ്ങൾക്ക് വരാം? ഐസൊലേഷൻ, ഇൻസൾട്ടേഷൻ, യെസ് ഓർ നോ? ഇതേ സംഗതിയാണ് നിങ്ങൾ ഇപ്പം ചെയ്യാറുള്ളത്. നിങ്ങളിപ്പോൾ എഴുതിയത് നിങ്ങളുടെ ഇപ്പോഴും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരോട് വെറുപ്പ് തോന്നും, യെസ്, ദേഷ്യം തോന്നും. ഇങ്ങനെ ഇതേ രൂപത്തിൽ നിങ്ങളെ ഇപ്പൊ എത്തുന്ന ആൾക്കാർ വെറുപ്പ് തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇതിലേക്ക് ഇനി നോക്കാം. അവിടെ ആ ഇൻസിഡന്റിന് നിങ്ങൾ അവിടെ ചെന്നു, നിങ്ങൾക്ക് അവിടെ ആ ടീച്ചർ ചെയ്ത കാര്യം ട്രോമാറ്റിക് അല്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ അത് നടക്കേണ്ടിരുന്ന രീതി നമുക്ക് വേറെ ഡിഫറെന്റ് ആണെന്ന് വെച്ചോളൂ. നിങ്ങൾ അവിടേക്ക് ടൈം ട്രാവൽ ചെയ്യുന്നു, അതേ സ്കൂളിലേക്ക് നിങ്ങളിപ്പോൾ പോകുന്നു. ഓക്കെ, നിങ്ങൾ കൂടെയുണ്ട്. എന്നിട്ട് നിങ്ങൾ അവിടെ കൂടെ ചെന്നിട്ട് നിങ്ങൾ കാണുകയാണ്, നിങ്ങൾ ആ ക്ലാസ് റൂമിൽ നിൽക്കുന്നു, നിങ്ങൾ കാണുന്നു, ടീച്ചർ നിങ്ങളോട് ഇതേ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ടീച്ചർ നിങ്ങളോട് പറയുന്ന സമയത്ത് ആ കുട്ടി ഒറ്റയ്ക്കാണ്, വിഷമിച്ചിട്ടാണ് ഉള്ളത്, കുട്ടിക്ക് ധൈര്യമല്ല, ടീച്ചർ പറയുന്നു. പക്ഷെ കുട്ടിക്ക് അവിടെ ഒരാള് ആ ടീച്ചർ ചെയ്തതിന് ചോദ്യം ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ടീച്ചർ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് ചോദ്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ വിഷമോ, ഈ സങ്കടമോ, ഈ പ്രയാസമോ, അല്ലെങ്കിൽ ഞാൻ പോരാ എന്നുള്ള ഫീലിംഗ് ആണ് അവിടെ ഉണ്ടാവുക, മറിച്ച് ടീച്ചർ തെറ്റ് ചെയ്തു എന്നുള്ള ഫീലിംഗ് അല്ലേ ഉണ്ടാവുക? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ നമ്മൾ തെറാപ്പിയിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഗോ ബാക്ക് ടു ദ മെമ്മറി. ആ മെമ്മറിയിലേക്ക് പോയിട്ട് എന്താ വെച്ചാൽ അത് റീക്രിയേറ്റ് ചെയ്യും. റീക്രിയേറ്റ് ചെയ്തിട്ട് എന്താ വെച്ചാൽ ആ എക്സ്പീരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലേക്ക്, മനസ്സിലാവുന്നുണ്ടോ? റീക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഡിഫറെന്റ്, അതിന് പല ഘട്ടമുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. ഇത് മാത്രമല്ല, പല സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത്. അതിന് പല പ്രോസസ്സുകളും ഉണ്ട്. അപ്പോൾ ഇത് ഈ രൂപത്തിൽ അത് റീക്രിയേറ്റ്, അതിന്റെ മീനിങ് മാറൂലേ? നിങ്ങൾ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് അവിടെ ഒരു അധ്യാപകൻ വന്നു, അധ്യാപകൻ വന്നിട്ട് നിങ്ങളോട് പറയാണ്, ടീച്ചറോട് പറയാണ്, ടീച്ചറെ ഇങ്ങനെ കുട്ടികളോട് ചൂടാൻ പാടില്ല, ഇത് ശരിയല്ല, ഇത് കുട്ടികൾക്ക് ട്രോമാറ്റിക് ആണ്, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഫീലിംഗ് എന്താ വരിക? ഐ ആം അണ്ടർസ്റ്റുഡ്. എൻ്റെ അടുത്ത് തെറ്റ് ഉണ്ടെങ്കിൽ പോലും എന്നോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല, എനിക്ക് എന്നെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ ആള് തന്നെ പറയാണ്, മോളെ ഇങ്ങനെയല്ല, ഇതിങ്ങനെ പഠിക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നല്ല രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസും ഡിഫറെന്റ് മീനിങ്ങും ഡിഫറെന്റ് ഒരു അപ്ലിഫ്റ്റിംഗ് ബിലീഫായിട്ട് അത് മാറും. പറഞ്ഞാൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരു മെമ്മറിയെ റീക്രിയേറ്റ് ചെയ്തിട്ട്, റീ എഡിറ്റ് ചെയ്തിട്ട് അതിനെ പുനഃസ്ഥാപിക്കണം, വേറെ റീപ്ലേസ് ചെയ്ത് വെക്കണം, അതിനെ മാറ്റി വെക്കണം. ഇതാണ് ഇവിടെ തെറാപ്പിയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താകും? നമ്മുടെ ഫീലിങ്സ് കംപ്ലീറ്റ്ലി മാറും. വിമർശന സ്വഭാവം തെറാപ്പിയിലൂടെ മാറുമോ? യെസ്, മാറും. കാരണം ഈ വിമർശന സ്വഭാവം ഒരു ട്രോമ റെസ്പോൺസ് ആണ്.
നമ്മൾ അനുഭവിച്ച ട്രോമയുടെ റെസ്പോൺസ് ആണ് വിമർശന സ്വഭാവം, വഴക്കുണ്ടാക്കുന്ന സ്വഭാവം. നിങ്ങൾ ജീവിത പങ്കാളിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടോ? നിങ്ങൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും സംഗതികളൊക്കെ. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. നമുക്ക് കൂടുതൽ ടൈം ഇല്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ലോ സെൽഫ് എസ്റ്റീം നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. Trauma can contribute loss of self-esteem and feelings of worthlessness and can be result in doubt, procrastination, difficulty in taking initiative, setting. അതായത് ഇത് എന്തിൽ സംഭവിക്കും? സെൽഫ് ഡൗട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മളുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ വർത്ത്ലെസ്നെസ് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ പോരാന്നുള്ള ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ സെൽഫ് ഡൗട്ടിലേക്ക് എപ്പോഴും നമുക്ക് സംശയം വരും. എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള തോന്നലിലേക്ക് വരും. ചില ആൾക്കാർക്ക് ഒരു പ്രോബ്ലം ഇല്ലേ, ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചു നടക്കുന്ന തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ. യെസ് ഓർ നോ? ഞാൻ പോരാ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ പോരാ, പണ്ടത്തെ സംഗതികൾ ആണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പലരോടും അഭിപ്രായം ചോദിച്ചു നടക്കും, എന്നിട്ടൊരു തീരുമാനം എടുക്കാനും കഴിയില്ല, എന്നിട്ട് കിടന്നു കുഴലും. ഇതൊരു ശീലമായ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം അതിൽ നിന്ന് വരുന്നതാണ്. ഇത് നമുക്ക് ഫിക്സ് ചെയ്യണം. ഇത് ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റും ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് സെൽഫ് എസ്റ്റീം കൊണ്ടാണ്. അടുത്ത എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്. മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. വേറെ ആരെങ്കിലും ചെയ്യട്ടെ, വേറെ ആരെങ്കിലും പറയട്ടെ, വേറെ ആരെങ്കിലും അവർ മുന്നിൽ പോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ നീട്ടി വെക്കുന്ന സ്വഭാവം ഇതേ സംഗതിയിൽ നിന്ന് വരുന്നതാണ്. അസേർട്ടിങ് വൺ സെൽഫ്. വേറെ ആളെ നമ്മൾ എന്ത് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, അസേർട്ട് ചെയ്യുന്ന രൂപത്തിൽ. ഓൾ ഓഫ് വിച്ച് ക്യാൻ ഹിൻഡർ പ്രൊഡക്ടിവിറ്റി അത് ബാധിക്കും. ഈ രൂപത്തിൽ നമ്മളെ ഇത് ബാധിക്കുന്നുണ്ട്. ഇത് നമുക്കിതിപ്പം ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ 2 പോയിന്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ നമുക്ക് ഏകദേശം 8 പോയിന്റ്സുകൾ നമുക്കിനി 7ഓളം പോയിന്റ്സുകൾ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ വരാം, നമ്മളിത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. ആർ യു ഇൻട്രസ്റ്റഡ്? ഷുഡ് വി ഗോ ഡീപ്പർ ലെവലിൽ നമ്മൾ പോകണോ? അപ്പോൾ ഇന്ന് നമുക്കെന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് ക്ലാസ് ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ അവസാനിപ്പിക്കണം. കാരണം 8 മണിക്ക് ബിസിനസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 7:30 വരെയാണ്, 6:30 മുതൽ 7:30 വരെയാണ് നമ്മൾ ഈ സെഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഡെപ്തിലേക്ക് നമുക്ക് പോകണം താല്പര്യമുണ്ട്, നമ്മൾ പോകും. നിങ്ങൾ എല്ലാ ദിവസവും നമ്മളെ കൂടെ വരിക, ഈ സെഷനിൽ ഇരിക്കുക, പഠിപ്പിക്കുക. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണല്ലോ നിങ്ങൾക്ക് നൽകുന്നത്. ഈസ് ഇറ്റ് വർത്ത് വൈൽ? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയോ? ഈസ് ഇറ്റ് യൂസ്ഫുൾ? ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? യെസ്? ഡിഡ് യു എൻജോയ്? യെസ്. നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ. 100%. വെരി ഗുഡ്. വളരെ യൂസ്ഫുൾ ആണ്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങളെ തിരിച്ചറിയണം. അതേപോലെ തന്നെ ഹാജിറ ഒരു കാര്യം ചെയ്യൂ, അതൊന്ന് പോസ്റ്റ് ചെയ്യൂ. നമ്മളുടെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ കൺസൾട്ടേഷൻ, കൗൺസിലിംഗ്, തെറാപ്പി ആവശ്യമുണ്ട് എങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ഹെൽപ്പ് എടുത്തിട്ട് നമുക്ക് തെറാപ്പി ചെയ്ത് ക്ലിയർ ചെയ്യാം കേട്ടോ. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ഫുള്ളാക്കി തരുമെന്നാണ് പറയുന്നത്. ഇത് ഫുള്ളാക്കി തരാം നാളെ. ഇത് ഇന്ന് തന്നെ ഫുള്ളാക്കി തരണം എന്ന് വാശിയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ട്രോമ റെസ്പോൺസാണ്. അത് നമുക്ക് നാളെ ഡീൽ ചെയ്യാം. ഓക്കെ, അത്ര വാശി നമുക്ക് പാടില്ല. നമുക്കത് ഹീൽ ചെയ്യാനുണ്ട്. ഡോണ്ട് വറി, വിൽ ഡു ഇറ്റ്. ടുമോറോ വിൽ ഡു ഇറ്റ്. ഐ എം ജസ്റ്റ് ജോക്കിങ്. ഓക്കെ, തമാശ രൂപത്തിൽ പറയുന്ന കേട്ടോ, നിങ്ങൾ വിഷമിക്കരുത്. ഓൾ റൈറ്റ്. അപ്പോൾ എല്ലാവരും വളരെ യൂസ്ഫുൾ ആണെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് ക്ലാസ് എന്നാണ് പറയുന്നത് ജോർജ് ഇബ്രാഹിം. സോ വി ഹാവ് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. യാത്ര നമുക്ക് തുടരാം. ആകാംക്ഷയുടെ നാളേക്ക് വെയിറ്റിംഗ്. യെസ്, ഞാനും വെയിറ്റിംഗ് ആണ്. ദിസ് ഈസ് ജസ്റ്റ് എ ട്രെയിലർ. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയുക, നാളെ നമുക്ക് അതിൻ്റെ ബാക്കി പഠിക്കാനുണ്ട്. ഡെപ്തിലേക്ക് നമുക്ക് പോകാം. മെഡിറ്റേഷനിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ മാത്രം വരുന്ന ആൾക്കാരുണ്ട്, മെഡിറ്റേഷനിൽ മാത്രം വരുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാവരുത്. നമ്മുടെ മെഡിറ്റേഷനും ഇന്നത്തെ മെഡിറ്റേഷനും ഇതേപോലെ സെൽഫ് അക്സെപ്റ്റൻസും സംഗതികളൊക്കെ കൊടുത്തിട്ടായിരുന്നു. ഓക്കെ, പേഴ്സണൽ സിറ്റിംഗ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. നാളെ നമുക്ക് കാണാം. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. മോർണിംഗ് സെഷനിലേക്ക് ലിങ്കൊക്കെ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു എവ്രി വൺ. സോ സീ യു ലേറ്റർ ടുമോറോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.